നിങ്ങളുടെ പേര്? പെരുമാൾ സാർ. എവിടെയാണ് നാട്? വിലാത്തിക്കുളം. എന്ത് ജോലി ചെയ്യുന്നേ? പെയിന്റിംഗ് കോൺട്രാക്ടിന്റെ ബിസിനസ്സാ സാറേ എനിക്ക്. നിങ്ങളുടെ സംഘടനയിൽ മൊത്തം എത്ര ആൾക്കാരുണ്ട്? സംഘടനയോ? അങ്ങനെ ഒന്നുമില്ല സാറേ. അപ്പോ ഒറ്റയ്ക്കാണോ ജോലി ചെയ്യുന്നത്? സാർ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല സാർ. ഞാൻ ആർക്കും ഫോണും ചെയ്തിട്ടില്ല. അതും എൻ്റെ അഡ്രസ് പ്രൂഫിലുള്ള ഫോൺ ഉപയോഗിച്ച് ഞാൻ ആർക്കെങ്കിലും ഫോൺ ചെയ്യോ സാറേ? അതുമല്ല, എൻ്റെ ഫോണും 1 മാസത്തിന് മുമ്പേ കളഞ്ഞുപോയി. അപ്പോൾ ഇവരെയൊക്കെ അറിയാമെന്ന് നോക്കി. അറിയില്ല സാർ. ഇവരുടെയൊക്കെ നമ്പറിലേക്ക് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നമ്പറിലേക്ക് അവരും സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ടും എങ്ങനെയാണോ അറിയില്ല എന്ന് പറയുന്നത്? എനിക്കറിയില്ല സാർ. ഹലോ, ആരാ? ശുഭമുഹൂർത്ത ക്ഷണപത്രം. ജീവൻ ഭുവനനാഥ സമേത ദേവി ഭഗവതിയുടെ അനുഗ്രഹത്താൽ കോവിൽപ്പട്ടിയിലുള്ള പരേതനായ ശ്രീ മുത്തുസ്വാമി, മാരിയമ്മാൾ എന്നിവരുടെ മകനും നവവരനുമായ ശരവണകുമാരനും കോവിൽപ്പട്ടി വാബൂസി നഗറിലുള്ള നാഗരാജന്റെയും പരേതയായ ചെല്ലമ്മാളുടെയും ഇളയ മകളും നവവധുവുമായ രാജലക്ഷ്മിക്കും 29/4/2013 ഇതേ വർഷം മേടമാസം 11-ാം തീയതി ഇവർ തമ്മിലുള്ള വിവാഹം നടത്താമെന്ന് ഇവരുടെ മാതാപിതാക്കളും കുടുംബത്തിലെ മുതിർന്നവരും രണ്ടുപേരുടെയും സ്വതന്ത്ര സമ്മതത്തോടു കൂടി ആചാരപ്രകാരം വിവാഹ നിശ്ചയം ചെയ്തു കൊള്ളുന്നു. അമ്മ എന്നെ അനുഗ്രഹിക്കണം. മോളെ, നല്ല കാര്യം നടക്കുമ്പോ ഇങ്ങനെ എന്റെ കാലിൽ വീഴാൻ പാടില്ല. ഞാൻ അമ്മായിയായിട്ട് വിചാരിച്ചിട്ടല്ല കാലിൽ വീണത്. എന്റെ സ്വന്തം അമ്മയായി കണ്ടിട്ട് തന്നെയാണ്. അതൊന്ന് മുകളിലേക്ക് വലിച്ചു കെട്ടടാ. ഒന്നുകൂടെ ആ അറ്റത്ത്. പറയടാ. അമ്മ, ഞാൻ എല്ലാം മേടിച്ചു. പെട്ടെന്ന് വന്നേക്കാട്ടോ. നീ ഒന്ന് പെട്ടെന്ന് വരണേ. നിശ്ചയം കഴിഞ്ഞ ചെറുക്കനാ, കറങ്ങി തിരിഞ്ഞു നടക്കാൻ പാടില്ല. എന്തിനാ അമ്മേ പേടിക്കുന്നേ? മന്മഥൻ എന്റെ കൂടെ ഉണ്ടല്ലോ. അവന്റെ അടുത്തുനിന്ന് കൊടുത്തേ. ഹലോ, പറയൂ അമ്മേ. എടാ, അവനെ ഓരോന്നും പറഞ്ഞ് എരിവി കയറ്റി വല്ലയിടത്തും വിളിച്ചോണ്ട് പോയാണ്ടല്ലോ, നിന്നെ ഞാൻ ശരിയാക്കും. എന്റെ അമ്മ എന്നേക്കാൾ നിന്നെയാണടാ കൂടുതൽ വിശ്വസിക്കുന്നത്. എന്നെ അളിയാ നോക്കി പോട്ടോ. ശരിയടാ. നിർത്തണോടെ. ആരാ നിങ്ങള്? അല്ല, ആരാ നിങ്ങള്? ആരാന്നല്ലേ ചോദിച്ചേ? എന്നെ എങ്ങോട്ടാണ് വിളിച്ചോണ്ട് പോണേ? ആരൊക്കെ? ചേട്ടാ. ആ വന്നോ? അനിയത്തിയെ സാറേ, കാണാതെ പോയ പയ്യന്റെ അമ്മയാണ് സാർ. കംപ്ലൈന്റ് ലെറ്റർ എടുക്കേ.
ഇൻസ്പെക്ടർ സാർ ഇല്ല, അകത്ത് മേഡം ഇരിപ്പുണ്ട്, പോയി കണ്ടോ. ശരി സാർ. വേണ്ടപ്പെട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ധൈര്യമായിട്ട് കയറിക്കോ. ആ. കല്യാണത്തിന് പെൺവീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമാണോ? പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ലവ് മാരേജാ. അവളുടെ അമ്മ പോലും അവളെ വിട്ടുപോയി. വിഷമിക്കാതിരിക്കൂ. മൂത്തവളാണെങ്കിൽ ആദ്യ പ്രസവത്തിന് വീട്ടിൽ വന്നിരിക്കുക. ഇപ്പൊ നടക്കുന്നൊക്കെ കാണുമ്പോ ഇളയവളുടെ കല്യാണം എങ്ങനെ നടത്തുമെന്ന് ആലോചിക്കുമ്പോ ഒത്തിരി പേടിയാവുന്നടാ. അതെ അതെ, നമ്മള് സ്വന്തക്കാരടുത്തൊന്നും ചോദിക്കാതെയൊക്കെ തീരുമാനം എടുത്ത അങ്ങനെ തന്നെ ഇരിക്കും. കൂടപ്പിറപ്പുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് മനസ്സ് വിഷമിക്കാതിരിക്കും. അന്ന് സ്വർണ്ണക്കടയില് അത്ര പേരുടെ മുമ്പിൽ വെച്ച് ആ പയ്യനെ മതിയെന്ന് അവള് തീരുമാനിച്ചപ്പോ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. വിശ്വാസത്തോടെ ഇരിക്കൂ. അവനെ എന്തായാലും കണ്ടെത്തും. നിങ്ങളുടെ നല്ല മനസ്സിന് എല്ലാം നല്ലതായി വരൂ. എസ് ഐ സാറേ നമസ്കാരം, ഞാൻ കൗൺസിലറാ സംസാരിക്കുന്നേ. നമ്മുടെ പയ്യനെ ഒരാളെ കാണാനില്ല. ആ കംപ്ലൈന്റ് ഒക്കെ ചെയ്തു സാറേ. ആ അതെ, അവൻ തന്നെ സാറേ. എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം. 2 ദിവസം കഴിഞ്ഞ എന്റെ കല്യാണമാ. ശരി ശരി ശരി, നന്ദി സാറേ. ഒരുപാട് നന്ദിയുണ്ട്. ധൈര്യമായിട്ട് വയ്ക്കോ. എടാ, ഇന്നലെ നീ അവരെ കൂടെ സ്റ്റേഷനിൽ വന്നതല്ലേ? അതെ സാർ, വന്നു സാർ. പിന്നെന്തിനാ നിന്റെ പേരിൽ അവർ കംപ്ലൈന്റ് കൊടുത്തേ? എന്ത് എന്റെ പേരിൽ കംപ്ലൈന്റോ? എടങ്ങാത്തെ, ഇതൊക്കെ ഇവന്റെ അഭിനയാ. ഡാ, ആ പയ്യന്റെ അമ്മയാ നിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. സാറേ എനിക്കൊന്നും അറിയില്ല സാറേ. എല്ലാ പണിയും ഒപ്പിച്ചിട്ട് ഒന്നും അറിയില്ലെന്ന് പറയുന്നോ? എടങ്ങുന്നേ, ഇവനും ആ പയ്യനും കൂടിയിട്ടാ ആ പെണ്ണിനെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കല്യാണം, അതുകൊണ്ട് ഇവന് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ അമ്മയാണ് സത്യം സാർ, എനിക്കൊന്നും അറിയില്ല. സാർ, ഞാനും സരവണനും 2 വീലർ ഫൈനാൻസ് ചെയ്യുന്ന കമ്പനിയിൽ ബൈക്ക് ചീസിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് പണിയെടുക്കുന്നത്. ഞങ്ങളുടെ ജോലി തന്നെ ഡ്യൂ കെട്ടാതെ വണ്ടി തെരഞ്ഞു പിടിച്ച് കൊണ്ടുവരുന്നതാണ്. വണ്ടി സൈഡ് ലോക്ക് ആയാലും അത് പൊട്ടിക്കുന്ന ടെക്നിക്ക് ഞങ്ങൾക്കേ അറിയൂ. ആൻബാറും ടയറും ഓപ്പോസിറ്റ് വലിക്കുമ്പോൾ ലോക്ക് താനേ പൊട്ടിക്കോളും. പിന്നെ ആ വണ്ടി കമ്പനി കൊണ്ടുപോയി കൊടുത്തേക്കും സാർ. അതുമാത്രമല്ല സാർ, ചില പാർട്ടിക്കാരൊക്കെ ഉണ്ട്, നല്ല തിളങ്ങുന്ന ഷർട്ടും മുക്കുമണ്ണും ഇട്ടുകൊണ്ട് വലിയ കാശുകാരനെ പോലെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇവന്മാർക്ക് ചായ കുടിക്കാൻ വഴിയില്ലെങ്കിലും ഡ്യൂല് വണ്ടി എടുത്ത് കാശടയ്ക്കാതെ ഞങ്ങളായിട്ട് കറക്കിപ്പിക്കും. ഇല്ല സാറേ, ഇനി ഒരാഴ്ചക്കുള്ളിൽ മുഴുവൻ നടക്കാം സാറേ. കുടുംബം കുറച്ച് കഷ്ടത്തിലാ സാറേ. ചുമ്മാ ഈ റീസൺ ഒന്നും എന്റെ അടുത്ത് പറയണ്ട. നിങ്ങൾ ഒന്നെങ്കിൽ വണ്ടി നിങ്ങൾ തന്നെ തരണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആള് വന്ന് എടുക്കും. എന്ത് വണ്ടി എടുത്തോണ്ട് പോകുന്നോ? ഒറ്റ തന്തക്ക് പറഞ്ഞവനാണ്, എടുത്ത് കാണിക്കടാ. അളിയോ, നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോകുന്നു. നമ്മുടെ വണ്ടിയോ? ഇവിടെ വഴിയില്ലേ, ഇനിയിപ്പോ എന്തു ചെയ്യും? അല്ല, ഇവൻ എവിടെ പോയി? അളിയാ, രാവിലെ കാണാം. അപ്പൊ പോട്ടെ. ഓക്കെ അളിയാ.
അളിയാ അവന്മാർ നമ്മളുടെ വണ്ടി മാറ്റിയടാ. അതുകൊണ്ട് എന്താ, നാളെ തന്നെ ഫോളോ ചെയ്ത് വണ്ടി എടുത്തേക്കടാ. അളിയാ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ഈ സ്റ്റാൻഡുകാർ വെട്ടും കുത്തായിട്ട് നടക്കുന്നവരാ. നമ്മൾ ചെന്ന് വണ്ടി എടുത്താലേ പിന്നെ കാര്യം പോക്കാ. എന്താട്ടെ വണ്ടി ബേ എടുക്കോ അല്ലെ ലേറ്റ് ആവുമോ? പെട്ടെന്ന് തന്നെ എടുക്കുവാ നീയാ. എന്താട്ടെ വേഗം വന്ന പോലെ ഉണ്ടല്ലോ. അതേടാ. ഹലോ, നിങ്ങൾ കൊണ്ടുവന്ന എമയല്ലേ പിന്നെന്താ വേറെ വണ്ടി എടുക്കുന്നേ? അവിടെയുള്ള എമയല്ലേ ഏതാ നമ്പർ നോക്കിയാ? 68 65 അതേ നമ്പർ. ഇങ്ങനെയാണ് സാർ. കുറേ ദിവസങ്ങളായി ഒരു വണ്ടി റെക്കോർഡ് ചെയ്തില്ലാന്ന് പറഞ്ഞ മാനേജർ ഞങ്ങളെ വിളിച്ചിരുന്നു. സാറേ വിളിച്ചിരുന്നോ? ആ പാഷൻ 0637 കാര്യം എന്തായാലും നിങ്ങൾ അപ്രൂവൽ ഓർഡർ കൊടുത്തേക്ക് സാർ. അപ്രൂവൽ ഓർഡർ തരാണെങ്കിൽ നീ എന്തിനാണ് ജോലി ചെയ്യുന്നത്? ഞാൻ എന്താ സാറേ ചെയ്യാ? ഞാനും 10 മാസങ്ങളായി പാർട്ടിക്കാരനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വണ്ടി അവൻ്റെ അടുത്തില്ലല്ലോ. ഈ മുട്ടാനായ ഒന്നും എനിക്ക് കേൾക്കണ്ട. വണ്ടി പൊക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ജോലി വിട്ട് പോകാൻ നോക്ക്. എന്താടാ നീ മൂഡ് ഓഫിലാണല്ലോ. ഞാൻ എന്താ ചെയ്യാ? പാർട്ടിക്കാരൻ്റെ അടുത്ത് തുടങ്ങി വണ്ടിയില്ല. ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടേ 10 മാസങ്ങളായി. അയാളുടെ വീട് അറിയാമല്ലേ നിനക്ക്? ആ അറിയാലോ. അവിടെ ഒരു ചായക്കടയില്ലേ? ഉണ്ടല്ലോ. ഞാനും സരവണനും പാർട്ടിക്കാരന്റെ വീട്ടിലേക്ക് പോയി. വന്നു. അവിടെ പോയപ്പോഴാണ് കൂടി ഇവിടുന്ന് എടുക്കാനാ ഉദ്ദേശിക്കുന്നത്. ഓ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ. ചേട്ടാ എന്താ പറ്റിയേ? ജ്വല്ലറി കടക്കാരൻ നാഗരാജന്റെ ഭാര്യ മരിച്ചുപോയി. ഇന്ന് വണ്ടി എടുത്ത തന്നെ അന്വേഷണത്തിന് വന്നപ്പോ തന്നെ പാർട്ടിക്കാരന്റെ ഭാര്യ മരിച്ചുപോയി. പോടാളിയാ. ഇന്ന് എളുപ്പത്തിൽ നമ്മൾ എടുക്കൂടാ. ഒന്ന് അയാൾക്ക് അറിയാവുന്നവർക്ക് ആ വണ്ടി വിറ്റിരിക്കണം. ഇല്ലെങ്കിൽ കടം കൊടുത്തവരാരെങ്കിലും എടുത്തോണ്ട് പോയിരിക്കും. ഇല്ലെങ്കിൽ ബന്ധുക്കാർക്ക് ആർക്കെങ്കിലും ചുമ്മാ കൊടുത്തേനെ. ഇതിലെന്തെങ്കിലും ഒന്നും സംഭവിച്ചിരുന്നാൽ തീർച്ചയായിട്ടും ഇന്ന് ആ വണ്ടി ഇങ്ങോട്ട് വരൂടാ. അന്നാണ് സാർ സരോ രാജിയെ ആദ്യമേ കണ്ടത്. ദേവതയുടെ കണക്കിനാടാ ഇരുന്ന അവള്. ആരാടാ? ആ മരണ വീട്ടിൽ കരഞ്ഞോണ്ടിരുന്ന പെണ്ണെ. എന്താ രാവിലെ തന്നെ ഇങ്ങോട്ട് പുറത്തോടെയും പോകണം? എന്താ കളിയാക്കുവാ? പാവം ഇന്നലെ മിസ് ചെയ്ത വണ്ടി ഇന്ന് പൊക്കാന്ന് വന്നപ്പോ. ഏത് വണ്ടി? അത്രയും വലിയ തിരക്കിൽ കഴിഞ്ഞിട്ടില്ല. ഇന്നെങ്ങനെ പൊക്കാനാ? എടാ മരണ വീട്ടിൽ ഇന്നലെ വരാത്ത ബന്ധുക്കാര് മറ്റുള്ള ആൾക്കാര് എല്ലാരും ഇന്നേ വരുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് വണ്ടി പൊക്കാടാ. പോടാ പോയി റെഡി ആയിട്ട് വാടാ.
കാര്യങ്ങളും റെഡിയല്ലേ? ആ, വാ വാ ആ. ആരാ ഇവരൊക്കെ? ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു, ഇന്നും വന്നിരിക്കുന്നു. ഡാ ഡാ വിശക്കുന്നുണ്ടാ? അവരൊക്കെ പോയില്ലേ, ഇനി ആര് വരാനാ? ഒന്ന് വാടാ പോകാം. ആ പെണ്ണ് എന്താടാ ഇന്നും പുറത്തു വരാത്തെ? ഡാ എന്റെ വായിൽ വല്ലതും വരിക, വാടാ. ഡാ ഫോൺ വരുന്നുണ്ട്. ആരാടാ ഫോൺ വിളിച്ചേ? ഏതോ ഫോറിൻ കോൾ പോലെയുണ്ട്. എടാ ഞാൻ ബിസിയാന്ന് പറഞ്ഞേരെ. അളിയാ, ഞാൻ ജോസാടാ സംസാരിക്കുന്നേ. ഞാൻ നിങ്ങളുടെ അളിയന്റെ ഫ്രണ്ട് മന്മഥനാ. ഓ, മന്മഥൻ സാറാണോ? ആ. കുടുങ്ങിയോ? അതെന്നെ. ഒന്ന് അളിയനെ കൊടുത്തേ. അതെന്താ അവനോട് സംസാരിക്കൂ, എന്നോട് സംസാരിക്കില്ല? ഓ, സംസാരിച്ചോണ്ടിരിക്കല്ലേ? അതെ അതെ അതെന്നെ. ഞാൻ കത്തി വെക്കുന്നില്ലല്ലോ. ഇല്ല അങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞോളൂ, എന്നോടല്ലേ സംസാരിക്കുന്നേ? അയ്യോ അങ്ങനെയൊന്നും ഇല്ലെന്നേ. ശരി ആ ശരി നേ. ആ മന്മഥൻ, ആ കേൾക്കുന്നുണ്ട്. മന്മഥൻ കേൾക്കുന്നുണ്ടോ? ഹലോ മന്മഥൻ. അതെ സാറേ, എനിക്ക് നിങ്ങളൊരു കാര്യം ചോദിക്കണം. ഈ ഫോറിൻ ഫിഗർ ഒക്കെ നല്ല വെളുത്തിട്ടായിരിക്കും അല്ലേ? മന്മഥൻ, പുല്ല് പറിക്കാം. നല്ല ജോളിയായിട്ട് സംസാരിക്കാം അല്ലേ? നടക്കട്ടെ. പുല്ല് പറക്കേ, ഇവിടെ കാത് വാങ്ങിച്ചിട്ട് വയ്യ. സാറേ, രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ ശരിക്കും രാഷ്ട്രീയക്കാരനാവട്ടോ. നിങ്ങൾക്കിന്ന് ഓഫീസില്ലേ? ഇന്ന് ലീവാണേ. ആണോ? മന്മഥൻ പറഞ്ഞ വിശ്വസിക്കില്ല. എന്താ? പദവിയിൽ കയറുമ്പോഴേ ആ. ഞാൻ അടുത്താ നിന്നോണ്ടിരുന്നേ. ഓക്കെ ബോസ്. മന്മഥൻ കേക്കുന്നുണ്ടോ? എന്ത് പറ്റി തൊണ്ടയ്ക്ക്? തൊണ്ടയ്ക്കൊരു പ്രശ്നമല്ല, ഫോണിലെ ചാർജ് ഡൗൺ ആയി. അപ്പൊ ഇത്രയേ സംസാരിക്കാൻ പറ്റുള്ളൂ? നിങ്ങൾ വിഷമിക്കേ വേണ്ട, ഞാൻ മറ്റൊരു നമ്പർ പറയാം. ഇപ്പൊ തന്നെ വിളിക്കേ, അതിൽ ഫുൾ ചാർജ് ഉണ്ട്. പറഞ്ഞാട്ടെ. ആ 88 70 12 54 73. അളിയാ എൻജോയ്. ഹലോ പറയൂ ബോസ്. ഒബാമ പദവി കയറുമ്പോ അടുത്തന്നെ ആയിരുന്നില്ലേ? വലിയ പാത്രം 3. അതെ 3. ചെറുതെത്ര വേണം? വലുത് 2, ചെറുതൊന്ന്. വാ, അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. അതെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇതന്നെയാ പറയുന്നത്. ആ മാനേജർ ഞങ്ങളെ തെറി വിളിക്കുക. ഈ മാസം ഡ്യൂ മുഴുവനും അടച്ചേക്കണം, അല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോയിരിക്കും. അടച്ചേക്കാം. അതെ എപ്പോ നോക്കിയാലും ഇതന്നെയാ സംസാരം. ആ പറയാളിയാ. അളിയാ, കുറച്ചു നാളായിട്ട് ഒരു ഹീറോ പാഷൻ പ്ലസ് വണ്ടി നോക്കിക്കൊണ്ടിരുന്നില്ലേ? അതെ ആ വണ്ടി നമ്പർ ഒന്ന് പറഞ്ഞേ. 0637. ഉടനെ ഇങ്ങോട്ടേക്ക് വാ, വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. ഇതാ ഇപ്പൊ തന്നെ വന്നേക്കാം. അളിയാ വണ്ടി എടുത്തേ.
നമസ്കാരം ചേട്ടാ. വാ സാരോ. നമസ്കാരം അളിയാ. ഞാനൊന്ന് അവരുടെ കൂടെ പോയിട്ട് വരാം. സാരോ, നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ മതി. ശരി ചേട്ടാ. അളിയ, അവിടെ ആരുമില്ല. നീ പതുക്കെ തള്ളിക്കൊണ്ടു വന്നേരെ. ഹലോ രാജി, രാജി ഞാൻ ചേച്ചി സംസാരിക്കുന്നേ. സാർ, അളിയാ, കവി കഴിഞ്ഞ പ്രാവശ്യം 6 ചോദിച്ചിരുന്നില്ലേ? ശരി, എന്നാ എടുത്തേരെ. ചേച്ചി അവിടെ നിൽക്കുന്നില്ലേ അവന്മാരാ? ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞേക്കരുതേ. ആരാ ഈ പെൺകുട്ടി? എന്താടാ? അതല്ല, ഒരു പെണ്ണ് നമ്മളെ നോക്കിക്കൊണ്ട് വരുന്നുണ്ട്. എവിടെയോ കണ്ട പോലെ തോന്നുന്നുണ്ട്. സാർ, എന്താണ് വേണ്ടത്? അതെ, എന്തിനാ കരയുന്നേ? വണ്ടി പിടിച്ചെടുത്തിട്ട് വന്നു. ഡ്യൂ കട്ടിയില്ലെങ്കിലേ വണ്ടി പിടിച്ചെടുക്കേ ചെയ്യൂ. എന്റെ ചേച്ചിയുടെ ഭർത്താവിന് ആ വണ്ടി സ്ത്രീധനമായിട്ട് കൊടുത്തതാ. എന്തോന്ന്? ഡ്യൂ കെട്ടാതെ വണ്ടി സ്ത്രീധനം കൊടുത്തു എന്നോ? അങ്ങനെയല്ല, എന്റെ ചേച്ചിയെ അവരുടെ അമ്മായിയമ്മ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. എന്റെ അമ്മ മരിച്ചപ്പോ പോലും ചേച്ചിയെ അവര് വീട്ടിലേക്ക് വിട്ടത് ഏറ്റവും ഒടുവിലായിരുന്നു. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഞാൻ ആ ഡ്യൂ അടച്ചു തീർത്തോളാം. അതൊന്നും പറ്റില്ല. എല്ലാം മാനേജറിനോട് സംസാരിച്ചാ മതി. രാജി, രാജി, ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നേ? നായേ, നീ എവിടെയാണോ ജോലി ചെയ്യുന്നത്? എടാ, ഇങ്ങോട്ട് വന്നേ. ഹായ്. എന്താ അങ്ങനെ നോക്കുന്നേ? ആരടാ പെണ്ണ്? എന്റെ ഫ്രണ്ട്. പിന്നെ എന്തുകൊണ്ടാ മുഖത്ത് തുപ്പിയേ? ഇല്ലല്ലോ. ഞാൻ കണ്ടതാ. മര്യാദയ്ക്ക് സത്യം പറ. നീ ഇപ്പോൾ കാണുന്ന മന്മഥൻ ഒരു കാലത്തില് വലിയ ബിസിനസ്മാൻ ആയിരുന്നു. ഗായത്രി ബിസിനസ്സിൽ UG പഠിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് PG പഠിച്ചില്ല? അത്രയ്ക്കുള്ള സാമ്പത്തികമൊന്നുമില്ല സാർ. ഓക്കെ, പക്ഷേ കരസ്റ്റിൽ തീർച്ചയായും PG കംപ്ലീറ്റ് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടൂ. ശരി സാർ. ഓക്കെ, അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നതിന് ശേഷം ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സാർ. സാർ, എന്താ വർക്ക്? വർക്കോ? ഞാൻ പറഞ്ഞില്ലേ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ സമ്പാദിക്കാന്ന്.
അതെന്നെയാ എന്താ വർക്ക് സർ? 9 to 6 ജോബാണ്. മാക്സിമം രാത്രി ഡ്യൂട്ടി ഉണ്ടാവും. ഞാനൊരു 9 മണിക്ക് വിളിക്കും. പിന്നെ 1 to 2 നിങ്ങൾക്ക് ഫ്രീ ആണ്. പിന്നെ 2 to 6 വരെ എന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. സംസാരിച്ചോണ്ടിരിക്കണമെന്ന് വെച്ചാ? അതന്നെ, ജോളിയായിട്ട് സന്തോഷമായിട്ട്. ഇന്റർവ്യൂ നടത്തുന്നോലും പന്നിയുടെ മോൻ. റീൽസ് കണ്ടുപിടിച്ചവനെ ചെരുപ്പ് ഒരു തല്ലണം. അന്നൊരു ദിവസം ഞാൻ വണ്ടി ഒറ്റയ്ക്ക് അടിക്കാൻ വേണ്ടി പോയപ്പോ കുടുങ്ങിപ്പോയി. അപ്പൊ അവിടെ സാറോ വന്നു, രക്ഷിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചു. എന്നെ പെടുന്നടാ, എടാ, മനസ്സാക്ഷി ഇല്ലാത്തവനെ. രക്ഷപ്പെട്ടു പോകണ്ടോ? അളിയാ, വണ്ടി എടുക്ക്. വന്നേക്കോടാ. എടാ, എടുക്ക്. പോയി പിടിച്ചോനെ. ഇവിടെ പാടില്ല. എടാ, ഫ്രണ്ട് ജീവൻ രക്ഷിക്കുന്നൊക്കെ പറയും, പക്ഷേ അവനും പ്രണയിക്കാത്തവരെ മാത്രം. ഞാനത് ഇന്നലെ മനസ്സിലാക്കി. പക്ഷേ ഒരു കാര്യം അളിയാ, ഇനി അങ്ങോട്ട് തിരിഞ്ഞു വരും നോക്കരുത്. ഇവൻ എങ്ങോട്ടാ വന്നിരിക്കുന്നേ? മഹാപാവി, എങ്ങോട്ട് വരാൻ പാടെന്ന് വിചാരിച്ചു അവിടേക്ക് തന്നെ കൊടന്ന് വിട്ടിരിക്കുകയാണ്. എടാ, ഇങ്ങോട്ട് വാടാ. വരൂ 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 വരൂ. വന്നാലും വന്നാലും. ഇന്നലെ അടി വാങ്ങിയ കളനല്ലേ ഇവൻ? വേലായുധാ, ഇനി കാര്യം പോക്കാ. അതൊന്നും എടുത്തേ. സർ ഇതൊന്ന് നോക്കി. അതെ, സോറി, എന്റെ ഫ്രണ്ടിന് ഇത് ഇഷ്ടമായില്ല. എന്തോന്ന്? അളിയ വാടാ, നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ വേറെ ഡിസൈൻ ഉണ്ടോ നോക്കാം. വന്ന കാര്യം സക്സസ് ആയി. ഒന്നും എടുത്തില്ലേ? അതെങ്ങനെ സാർ നിങ്ങൾക്കറിയാം? നിങ്ങളോടല്ല, ഒന്നും എടുത്തില്ലല്ലോ. നന്നായിട്ട് നോക്കി സാറേ, ഒന്നും എടുത്തിട്ടില്ല. ഹലോ ഹലോ, വീട്ടിലാരുമില്ലേ? എടാ, എന്താടാ നോക്കി നിക്കുന്ന? വിളിക്കടാ. രാജിയേച്ചിയെ, രാജിയേച്ചി, രാജിയേച്ചിയെ. അതെ, കാറ്റാടി അവിടെ കുടുങ്ങിപ്പോയി. ഒന്ന് എടുത്തു തരാവോ? ഈ കൊച്ചൻ പാവാന്നേ.
കാറ്റാടി. എന്തോന്ന്? പ്ലീസ് എടാ, നിന്റെ കാറ്റാടി താടാ, തിരിച്ചു തന്നേക്കാന്നേ. പ്ലീസ് എടാ മോനു. എനിക്ക് സമയായി അങ്കിൾ, ഞാൻ പോവുകയാണ്. ഉം. ഉം. എന്റെ പട്ടം താടാ, എന്റെ പട്ടം താടാ, തരാൻ പറഞ്ഞില്ലേ? താങ്ക്സ്. ചേട്ടാ നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ, ഞാൻ രാജിയുടെ കൂടെ പൊക്കോളാം. ഹായ്. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, ഡ്രസ്സൊക്കെ പുതുതാണല്ലോ. ഓ അതാണോ? ഇതെന്റെ അമ്മ വാങ്ങി തന്നതാ. അതും എനിക്ക് ഏത് കളറായി ഇഷ്ടമെന്ന് നോക്കി നോക്കി എടുത്തു തന്നതാ. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, നിനക്ക് ഏത് കളറാ ഇഷ്ടം? വയലറ്റ്. വയലറ്റോ? വയലറ്റോ? ഏതോ ഒരു പയ്യൻ എന്റെ പുറകെ ഇങ്ങനെ ചുറ്റുകൊണ്ട് നടക്കുക. സാറേ, ആ പെണ്ണിന് വയലറ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴേ അവൻ ചെയ്ത മണ്ടത്തരം ഉണ്ടല്ലോ, നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല സാറേ. എന്താടാ നോക്കുന്നേ? ചേട്ടാ ഒരു ഗോൾഡ് തന്നെ. എന്താ സരോ, പുതിയ ഷർട്ടൊക്കെ ആണല്ലോ. എന്താടാ നോക്കുന്നേ? എന്നോട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. എന്ത്? നീ ഗ്യാസ് കമ്പനിയിലേക്ക് പണിക്ക് പോകുന്നത്? ഈ ഡ്രസ്സ് കണ്ടിട്ടാണോ നീ പറയുന്നേ? ഈ കളറ് അവൾക്ക് വളരെ ഇഷ്ടമെന്ന് പറഞ്ഞടാ, അതുകൊണ്ടാ ഉടനെ തന്നെ ഞാൻ മേടിച്ചേ. വയലറ്റ് എന്ന് അവള് പറഞ്ഞടാ. ഇനി ഞാൻ അങ്ങോട്ട് മേഘം പോലെ പറക്കും. എന്ത് കളറാ പറഞ്ഞേ? വയലറ്റ്. വയലറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്ലൂ കളറാണല്ലോ ഇട്ടിരിക്കുന്നേ. ആ, വയലറ്റ് എന്ന് വെച്ചാ ബ്ലൂ അല്ലേ? ബ്ലൂ എന്ന് വെച്ചാലേ നീലാണ്. അതെ അല്ലേ? അല്ല, ശരിക്കും ബ്ലൂ കളർ എങ്ങനെ ഉണ്ടാവും? അത് പിന്നെ കളറ് എനിക്കും അറിയില്ല അളിയ. കഴിഞ്ഞ ആഴ്ച ഒരു ചുരിദാർ വാങ്ങിച്ചില്ല, അതെങ്ങനെ ഉണ്ടായിരുന്നു? അതെ അതെ അതെ, പറയേ. അപ്പൊ നാളെ കാണാം. ബൈ. ശരി, ബൈ. വീട്ടിലേക്കാ വന്നിരിക്കുന്നേ. ആ അതെ, ശരി, നമുക്ക് വൈകുന്നേരം മീറ്റ് ചെയ്യാം കേട്ടോ. അതെ, നിന്നേക്കാൾ എനിക്ക് എന്ത് ജോലിയാണുള്ളത്? ആദ്യം എനിക്ക് നീയാണ്, പിന്നെയാ ജോലി. അതെ, സത്യാണ്. ആ, എനിക്ക് നീയാണ് എപ്പോഴും. ആ, തീർച്ചയായും കാണാം. എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ? വരുമ്പോഴേ എന്താ വാങ്ങിട്ട് വരട്ടെ? അയ്യോ, എടാ തീ, എടാ തീ പിടിച്ചെടാ നിന്റെ ഷർട്ടിന്. എടാ അളിയാ, എടാ അളിയാ, നിക്ക് ഞാൻ വിളിക്കാം. എടാ അളിയാ, ക്ഷമിക്കടാ, അവളെ കണ്ടോണ്ടിരുന്നപ്പോ സിഗരറ്റ് കയ്യിലുള്ളത് മറന്നുപോയടാ. അറിയാണ്ടല്ലടാ ചെയ്ത അളിയാ, ക്ഷമിക്കടാ എന്നോട്. പ്ലീസടാ, സോറിടാ. അളിയാ പ്ലീസടാ, ഇതൊന്ന് കഴിക്കടാ. ഒരു മിനിറ്റ് നോക്കടാ, സോറിടാ, എന്ന് കഴിക്കും. ഒരു പഴം കഴിച്ചേ. ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്കേ. സോറിടാ. ചൂടുവെള്ളം ആരാ കളഞ്ഞേ? മോനെ, ഒരു വയലറ്റ് കളർ കുപ്പായിട്ട പെണ്ണ് എന്റെ കയ്യിന്ന് പൂ വാങ്ങിയിരുന്നു. വയലറ്റോ? അത് ഇവിടെ മറന്നു വെച്ചിട്ട് പോയി. അവളെ നീ കണ്ടോ? ഞാൻ കണ്ടതാ അമ്മച്ചി, ഞാൻ പോയി എടുത്തോണ്ട് പോയി കൊടുത്തേക്കാവേ. എവിടെ പോയെന്നറിയാമല്ലോ. മോനെ, ആ പെണ്ണ് എന്റെ അടുത്ത് പൂവും ചോദിച്ചു വന്നായിരുന്നു. ഞാൻ വേറെ പൂവ് കൊടുത്തു. ഇതെങ്ങത്താ? കോവിൽപ്പട്ടി, ചോതിനഗർ, ഭദ്രകാളി അമ്മൻ ക്ഷേത്രം 28ാമത്തെ വർഷം. ഈ ഉത്സവത്തിനെ മുന്നിട്ട് 11 സ്റ്റാർസ് ഗ്രൂപ്പ് നടത്തും. ഈ ഉത്സവത്തിന്റെ ആഘോഷങ്ങളൊക്കെ വളരെ ആർഭാട്ടമായി നടന്നുകൊണ്ടിരിപ്പുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ ദാ, പറഞ്ഞ കേക്കടാ. അമ്പലത്തിലോട്ട് വന്ന് ഈ ഉത്സവത്തിന്റെ കൊല്ലത്തിൽ ഒറ്റൊരു പ്രാവശ്യം ചേട്ടന്മാര് ചീത്ത പറയില്ല, അച്ഛൻ ചീത്ത പറയില്ല. എന്തുകൊണ്ട്? ഭർത്താവ് പോലും ചീത്ത പറയില്ല. പ്ലീസ് എടാ. അടിച്ചതിന്റെ ചെപ്പ വിളിക്കും ഞാൻ. ഓക്കേ, എന്റെ കൂട്ടുകാരന്റെ പ്രശ്നം എനിക്കും പ്രശ്നം തന്നെയാ. അടുത്ത കൊല്ലം നോക്കാം. വയലറ്റിനെ കണ്ടുപിടിക്കുന്നവരെ നോ ഭക്ഷണം. ഇവനാണെങ്കിൽ ഒരു കാര്യം അറിയാണ്ട ചുമ്മാ വിളിക്കുന്നത്. ഇവനെ ഇന്നും വെറുതെ വിടാൻ പാടില്ല. ഇവനിന്ന് ഡാ, അദ്ദേഹം ഫോറിനില്ല, എന്തിനെങ്കിലും യൂസ് ആകും. ഞാൻ സംസാരിക്കാം. ഹലോ, ആരാ? മന്മഥൻ സാറാണോ? അതെ. അളിയൻ എന്താ പറയുന്നേ? കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഒന്ന് കൊടുത്തേ. സോറി, നിങ്ങളുടെ അളിയനെ നല്ല ടെൻഷനില്ല. എന്താ പ്രശ്നം? വയലറ്റ് എന്നൊരു കളർ, അത് എങ്ങനെയുണ്ടാവുന്ന പോലും അറിയില്ല. അതാണ് പ്രശ്നം. ഇത്രേ ഉള്ളൂ? എന്നോട് ചോദിക്കണേ, ഞാൻ പറഞ്ഞിരില്ലേ? നിങ്ങൾക്ക് അറിയോ? എടാ, അദ്ദേഹത്തിന് ഫോൺ പറയടാ അളിയാ. അളിയാ, നിന്നോട് സംസാരിച്ചിട്ട് എത്ര നാളായെന്നറിയോ? എടാ, വയലറ്റ് കളർ എങ്ങനെയാ ഇരിക്കുന്നതെന്ന് പറയടാ. വയലറ്റ് അല്ലേ? ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. താങ്ക്സ് എടാ. ഛേ, കുറച്ച് സമയം കഴിഞ്ഞ് പറഞ്ഞാ മതിയായിരുന്നു. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. നോക്കളിയാ. സോറി. എടി വൃത്തിയിട്ടവളെ, നിനക്ക് കണ്ണുകൊണ്ടൂടെ? എന്റെ ഷട്ടിലോട്ടാണ് നീ വെള്ളം ഒഴിക്കുന്നത്. പൊടി. ഒരു മാത്രയിൽ കണ്ടതു പെണ്ണെ, നിൻമുഖം എൻ നെഞ്ചിൽ വരഞ്ഞു. ഞാനാര് എന്നത് മറന്നടിയേ. ഒരു മാത്രയിൽ കണ്ടതും പെണ്ണെ, നിൻമുഖം എൻ നെഞ്ചിൽ വരഞ്ഞു. ഞാനാര് എന്നത് മറന്നടിയേ. കടമിഴിയാൽ കൊല്ലാതടിയേ, കഞ്ചാട കാട്ടാതടിയേ, ചിരി കൊണ്ട് മയക്കുന്ന വളിവളോ. നിന്നഴകിനെ കണ്ടൊരു മേഘം വാനിൽ അടിപിടി കൂടുമേ. നീയൊന്ന് മിണ്ടിയാൽ കിളി കൊഞ്ചലായി തോന്നുമേ. നിൻ വീട്ടിൻ മുന്നിൽ വന്ന് പ്രണയലേഖനമെഴുതും ഞാൻ. ഒരു മാത്രയിൽ കണ്ടതും പെണ്ണെ, നിൻമുഖം എൻ നെഞ്ചിൽ വരഞ്ഞു. ഞാനാര് എന്നത് മറന്നടിയേ. കടമിഴിയാൽ കൊല്ലാതടിയേ, കഞ്ചാട കാട്ടാതടിയേ, ചിരി കൊണ്ട് മയക്കുന്ന വളിവളോ. ഏഴു നിറത്തിൽ മഴവില്ലും ഒരേ നിറത്തിൽ വിരിയുന്നു. ഏതൻ തോട്ടം പൂത്തു വിരിഞ്ഞത് കൺമുന്നിൽ കണ്ടിടാം. കനൽ കാറ്റ് വീശിയാൽ ഇളം കാറ്റായി മാറിടും. നെഞ്ചിനുള്ളിൽ കേറിക്കൂടി എന്നെ മറന്നു ഞാൻ. നീ വന്നാൽ വെയിൽ പോലും മഞ്ഞിൻ കണമാകും. എടി നിൻ കണ്ണിൽ കണ്ണീർ വന്നാൽ നെഞ്ചം പിടയുന്നു. വെട്ടി മുറിക്കുമ്പോഴും നീ അടിയുണ്ടാക്കുമ്പോഴും
വരും ഒരു അഴകോലും സുന്ദരിയായി തോന്നും ഒരു മാത്രയിൽ കണ്ടതും പെണ്ണെ നിൻമുഖം എൻ നെഞ്ചിൽ വരഞ്ഞു ഞാനാര് എന്നത് മറന്നടിയേ കടമിഴിയാൽ കൊല്ലാതടിയേ കഞ്ചാട കാട്ടാതടിയേ ചിരി കൊണ്ട് മയക്കുന്നവളിവളോ കണ്ണിൻ മണിയായി നിന്നവളെ നെഞ്ചിൻ സുഖമായി ഉള്ളവളെ നാടെല്ലാം നിന്നെ ഞാൻ തേടി അലഞ്ഞിടും നിൻ കവിളുകൾ കാണവേ കരളിനുള്ളിൽ നീയടി തിരിഞ്ഞൊന്ന് നോക്കാനായി ഇന്നും കാത്തിരിക്കും നീ അന്നം തന്നാൽ എന്നെന്നും ആവേശം തോന്നുന്നു നിന്നെ കണ്ടാൽ മയിലുകളെല്ലാം പീലി വിരിച്ചിടുന്നു സൂര്യകിരണം പോലെ നീ എന്നെ ഒന്ന് പുണരൂ പട്ടുത്താവണി കട്ടി വരും ഒരു അഴകോലും സുന്ദരിയായി തോന്നും ഒരു മാത്രയിൽ കണ്ടതും പെണ്ണെ നിൻമുഖം എൻ നെഞ്ചിൽ വരഞ്ഞു ഞാനാര് എന്നത് മറന്നടിയേ കടമിഴിയാൽ കൊല്ലാതടിയേ കഞ്ചാട കാട്ടാതടിയേ ചിരി കൊണ്ട് മയക്കുന്നവളിവളോ നിന്നഴകിനെ കണ്ടൊരു മേഘം വാനിൽ അടിപിടി കൂടുമേ നീ ഒന്ന് മിണ്ടിയാൽ കിളി കൊഞ്ചലായി തോന്നുമേ നിൻ വീട്ടിൻ മുന്നിൽ വന്ന് പ്രണയലേഖനമെഴുതും ഞാൻ ഒരു മാത്രയിൽ കണ്ടതും പെണ്ണെ നിൻമുഖം എൻ നെഞ്ചിൽ വരഞ്ഞു ഞാനാര് എന്നത് മറന്നടിയേ കടമിഴിയാൽ കൊല്ലാതടിയേ കഞ്ചാട കാട്ടാതടിയേ ചിരി കൊണ്ട് മയക്കുന്നവളിവളോ അയ്യോ കഴുത! അവളോട് അവൻ അത്രയ്ക്കും സ്നേഹമായിരുന്നു സാർ. അവനെൻ്റെ കൂട്ടുകാരനാണ് സാർ. ഞാൻ എങ്ങനെ അവന് ദ്രോഹം ചെയ്യും സാർ? അവൻ എവിടെയുണ്ടാവോ? അവനില്ലാതെ ആ പെണ്ണ് വളരെ കഷ്ടപ്പെടും സാർ. എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേക്ക് സാർ. അങ്ങോട്ട് നീങ്ങിയിരിക്കേ. മുത്ത് അയാളെ ഇങ്ങോട്ട് വിളിച്ചേ. ആ ശരി മാഡം, അകത്തേക്കല്ലേ. നമസ്കാരം മേഡം. ഡോ, ചെക്കനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയേണ്ടതല്ലേ? ആ പയ്യനെ നിങ്ങൾ എന്താ ചെയ്തേ? ഞാൻ അങ്ങനെയുള്ള ആളല്ല മേഡം. ശരി ശരി, ഓൾറെഡി വിചാരണയൊക്കെ കഴിഞ്ഞതാ. ഇപ്പൊ പൊക്കോളൂ. വിചാരണയൊക്കെ തുടങ്ങിയ കറക്റ്റ് വന്നോളണം. ആ
വല്യച്ഛന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്ക്. ശരി മുത്തശ്ശി. ഇതാ എങ്ങനെ ജീവിച്ച മനുഷ്യനാ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ വന്നില്ലേ? അതെ, നേരെ മാർഗം വളർത്തി എങ്ങനെ ഗതി വരുമോ? വേലി കിടന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ട ഇങ്ങനെയല്ലേ വരൂ. അതിന് ഞങ്ങളെ പറഞ്ഞിട്ടെന്താ? വായി തോന്നൊക്കെ വിളിച്ചു പറയാണോ? സാഹചര്യം മനസ്സിലാക്കണം. അന്ന് നാഗരാജന് സംഭവിച്ച അവസ്ഥ നമുക്ക് സംഭവിച്ചിരുന്നെങ്കിലോ നമ്മൾ ഇത് തന്നെ ചെയ്തേനെ. ഇയാളെ സ്നേഹിക്കുന്നതിന് മാത്രം വിടുന്ന മതി, ബാക്കി എല്ലാവരും പുറത്തുവയ്ക്കോ. നാഗരാജ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ഇവിടുന്ന് ആരും ഇപ്പൊ പുറത്തു പോയില്ലല്ലോ. അതിനെയാണ് സ്നേഹബന്ധം എന്ന് പറയുന്നത്. എന്റെ ഈ അവസ്ഥ ആർക്കും വരാൻ പാടില്ല. നാഗരാജ, കരയാൻ പാടില്ല. ഇത് തന്റെ പ്രശ്നം മാത്രമല്ലടോ, ഇത് സമുദായത്തിന്റെ പ്രശ്നം കൂടിയാ. എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ ഒന്നുണ്ട്, അവൾക്ക് കല്യാണം ആവുന്നവരെ അവളെ ഭദ്രയോടെ സൂക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാ. ഏയ്, ഇതൊക്കെ എടുത്ത് ഉള്ളിൽ വെക്കേ. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളും കാര്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. വിഷമിക്കാതെ പൊയ്ക്കോളൂ. സാറേ, ഒന്ന് നന്നായി നോക്കണേ. ശരി. ഞങ്ങൾ വരട്ടെ. ഷൺമുഖസുന്ദരൻ നിങ്ങളല്ലേ?
എല്ലാവരും ഇരിക്കേ. ഷൺമുഖസുന്ദരം. എന്ത് ജോലി എന്ന് പറഞ്ഞേ? കണക്ക് മോശ സാറേ. കണക്ക് മോശോ? 9480850638 ഈ നമ്പറിലേക്ക് പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ സംസാരിച്ചിട്ടില്ല സാറേ. ആ പെണ്ണ ആദ്യം സംസാരിച്ചേ. ആ പെണ്ണ് എന്റെ സ്റ്റുഡന്റാന്നാ പറഞ്ഞത് സാറേ. എനക്കെന്തൊക്കെയാ ഇഷ്ടമുള്ളതെന്ന് മനസ്സിലാക്കി വെച്ച് സംസാരിച്ച സാറേ. പിന്നെ അത് തെറ്റായി സംസാരിക്കാൻ തുടങ്ങി. അതാ കട്ട് ചെയ്ത് കളഞ്ഞ്. ശരി, നിങ്ങൾക്ക് പോവാം. ശരവണകുമാർ. നിനക്കെന്താ ജോലി? 2 വീലർ ഷോറൂമില് സീസിംഗ് ഡിപ്പാർട്ട്മെന്റിലാ. 9480850638 നിനക്ക് ഈ നമ്പർ ഓർമ്മയുണ്ടോ? അതെ സാർ, ഒരു പെണ്ണ് സംസാരിച്ചിരുന്നു. എനിക്ക് വേണ്ടിയാ ജീവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു സാർ, ഞാൻ വേറൊരു പെങ്കൊച്ചിനെ ജീവനായിട്ട് സ്നേഹിക്കുന്നു. അതിന്ന് ആ പെണ്ണ് എന്നെ വിളിക്കുന്നില്ല സാർ. ശരി, നീ വെക്കോ. എന്ത് ജോലിയാണ് ചെയ്യുന്നേ? മാർക്കറ്റിലാ സാറേ. 9480850638 ഇത് ആരുടെ നമ്പറാണെന്ന് അറിയോ? അഖിലയുടെ നമ്പറാ സാർ. സാർ, അവൾക്ക് എന്ത് പറ്റി സാർ? അവൾ എന്റെ ജീവനാണ് സാർ. പറയൂ സാർ. പോടാ. എന്നെ ഒന്നും അത്ര എളുപ്പത്തിൽ കാണാൻ പറ്റില്ല. വിളിച്ചതിന്റെ പേരിൽ വന്നതാ. നന്നായിരിക്കട്ടെ. ചോദിച്ചതിന് മാത്രം ഉത്തരം പറ. 9480850638 ഈ നമ്പറിലേക്ക് നീ എന്താണ് വിളിച്ച് സംസാരിച്ചോണ്ടിരുന്നത്? അത് എന്റെ കാര്യമല്ലേ. അതിന് ഞാൻ സംസാരിക്കാതെ പിന്നെ ആര് സംസാരിക്കാനാ? മുത്തുസ്വാമി, അവനെ പിടിച്ചോണ്ട് പുറത്തു പോ. വാടാ. അപ്പൊ ആ നമ്പർ ഒരു പെണ്ണിന്റെയാണ്. അവളാണ് ഫോണിൽ വിളിച്ച് ഇവരെല്ലാം പറ്റിച്ചിരിക്കുന്നത്. ഇവരുടെ നിന്നൊക്കെ ആ പെണ്ണ് എന്തൊക്കെ സാധനങ്ങൾ അടിച്ചു മാറ്റി എന്നുള്ളതിന്റെ ലിസ്റ്റ് എന്റെ എത്താ. ഒരു കേസൊന്ന് നടന്നോണ്ടിരിക്ക. കഴിച്ച്. നീ അമ്മയും കഴിച്ചാണോ? കഴിച്ചു. രാവിലെ വരണേ. ശരി, രാവിലെ എന്തായാലും വരാം. എന്നാ ശരി. ശരി, വെച്ചേക്ക്. എന്താടാ? വീട്ടിലെല്ലാരും പേടിച്ചിരിക്കുമായിരിക്കും സാർ. ഞാനൊരു ഫോൺ മാത്രം വിളിച്ചോട്ടെ. പോടാ, പോയിരിക്കേ. ഫോണ് വേണല്ലോ, ഫോണ്. വിരുന്നിന് വന്നതാ ചെക്കന്റെ വിചാരം. സാറേ വേണ്ട സാറേ. സാറേ ആരാണ്ട് ചെയ്തു സാറേ. ഇനി ചെയ്യില്ല സാറേ. സാറേ ക്ഷമിക്കണം സാറേ. സാറേ വേറെ എടുക്കും സാറേ. പറ്റില്ല സാറേ. സാറേ സോറി സാറേ. സാറേ സാറേ സോറി സാറേ. എന്താ കെട്ടിയോ? വല്ല ആവശ്യമുണ്ടോ? നിന്റെ കൈ പഠിച്ചതല്ലാതെ എന്നെ ചളിയിലാക്കിയല്ലേ? അവള് തിരിഞ്ഞു നോക്കിയപ്പോ കണ്ണ് കണ്ടില്ലല്ലേ? അതൊന്നും നിനക്ക് മനസ്സിലാവില്ലടാ. മനസ്സിലാവുന്നു വേണ്ട.
ഇന്നലെ ഈ കൈ ഓടിച്ചില്ലേ, ഇന്ന് ഈ കൈ ഓടിക്കാൻ വന്നിരിക്കുന്നു. ചെല്ല്, ചെന്ന് ഓടിച്ചോ. എടാ ചെല്ല് ചെല്ല്, അവൾക്ക് ഈ കട വരയ്ക്കും ബോഡി ഗാർഡ് ചെല്ല്. ഞാൻ പോവാ. അല്ല ഇവൻ എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നേ? എന്തിനാ അമ്മ ഇത്രയും വൈകി വരുന്നേ? എനിക്ക് സ്കൂളിലേക്ക് പോണ്ടേ? സാധാരണ സാരി കെട്ടിയാലേ അമ്മ ലോകം മുഴുവൻ ചുറ്റും. ഇതിപ്പോ പട്ടുസാരിയല്ലേ കൊടുത്തിരിക്കുന്നേ. വീട് തോറും മുട്ടി വിളിച്ച് കാണിച്ചിട്ട് വരിക. ഇപ്പൊ നിങ്ങൾക്ക് എന്താ എപ്പോഴും കടയിലിരിക്കണോ അല്ലേ? അതല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇത് വെച്ച് കുടുംബം നടത്ത. നിനക്കെന്താടി അറിയാ? കട നടത്തുന്നത് പലിശക്കെടുത്താ. കാലത്തെ 2 വാഴക്കൊല തൂക്കിയതാ. നിന്റെ പുന്നാര ആങ്ങളയുണ്ടല്ലോ മന്മഥൻ, ഓരോ പഴമായിട്ട് അവൻ ഇരിഞ്ഞെടുത്ത് തിന്നോണ്ടിരിക്കുക. അവൻ വന്നിരുന്നോ? ഇവനെന്താ ഉള്ളില് നോക്കുന്നേ? എന്താ അമ്മാവ വൈകി പോയോ? കല്യാണ വീട്ടിൽ അടിപൊളി വിരുന്നല്ലേ? വാടാ, സ്കൂളിലേക്ക് സമയമായില്ലേ? നീയല്ലേ ഒരു മനുഷ്യനാണോ? ആ പഞ്ചപാവത്തിന് ഇത് വഴക്കുറയുന്നേ. ചേച്ചിയെ പോയിട്ട് വരാവേ. അമ്മാവാ പോയിട്ട് വരാവേ. അങ്കിൾ, സോറി അങ്കിൾ. എന്റെ അച്ഛൻ നിങ്ങളെ ഒരുപാട് അപമാനിച്ചു അല്ലേ? എന്റെ അച്ഛന് പകരം ഞാൻ വേണമെങ്കിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കാം. വിട്ടേക്ക് വിട്ടേക്ക്, പ്രണയിക്കുന്നവന്റെ കൂട്ടുകാരനായാലേ ഇതെല്ലാം സഹിക്കേണ്ടി വരും. ഇവനെന്താ വല്ല വട്ടനായിരിക്കോ? കുരുത്തം കെട്ടവന്മാരെ, നശീകരണങ്ങള്. ഇതിനായിട്ടാണ് എൻ്റെ കടയിലോട്ട് വന്നത്. ആ പാവം പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിച്ചല്ലോ. അവരെങ്ങനത്തെ കുടുംബക്കാരാന്നറിയാവോ? ഈ നാട്ടിലെ വലിയ ജ്വല്ലറി കടക്കാരാ അവര്. നാട്ടുകാർക്ക് മുഴുവൻ സ്വർണം കൊടുത്തവരാ അവര്. ഇപ്പൊ ആ പെണ്ണിന്റെ കഴുത്തിൽ ഒരു പൊട്ട് സ്വർണം പോലും ഇല്ല. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവളുടെ അച്ഛനെങ്ങാൻ ഇത് അറിഞ്ഞാലുണ്ടല്ലോ, ആത്മഹത്യ ചെയ്യും. ഇനി എന്റെ കടപരിസരത്ത് വന്നാലുണ്ടല്ലോ, ഞാൻ ചെരുപ്പോണ്ടടിക്കും. ആരടാ അങ്ങോട്ട്? അമ്മാവാ, അതെ അമ്മാവാ, ഒന്ന് നിക്ക്. ഇനി ഒരു പ്രാവശ്യം എന്നെ അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ, കൊന്നു കളയും ഞാൻ. എവിടുന്ന് വരുന്നടാ അവനൊക്കെ? അളിയാ, ഇന്നലെ ചായക്കടക്കാരൻ ചീത്ത പറഞ്ഞ കണ്ടാലേ ഇനി നിനക്ക് അവിടെ പോകാൻ പറ്റില്ലല്ലേ? വിടടാ, വീട്ടിന്റെ അടുത്തുള്ള ചായക്കട ഇല്ലെങ്കിൽ സ്വർണ്ണക്കടയുടെ അടുത്തുള്ള ചായക്കട ഉണ്ടല്ലോ. ഹലോ ഹലോ, ഞാനാണ്. എന്താ വേണ്ട നിങ്ങൾക്ക്? ഇന്ന് ഞാൻ ഏത് കളർ ഡ്രസ് ആയിട്ടിരിക്കുന്നെന്ന് പറ. നിങ്ങൾ എന്ത് കളർ ഡ്രസ് ഇട്ടാ എനിക്കെന്താ? ദേഷ്യത്തിലാണോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വയലറ്റ് കളർ ഡ്രസ് ആയിട്ടിരിക്കുന്നത്. അതെ, ഓൾറെഡി ഞാൻ വേറെ പെണ്ണിനെ പ്രേമിക്കുക. ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വിളിച്ച് ടോർച്ചർ ചെയ്യില്ല കേട്ടോ. എന്താ ശരവണ, എന്നെ ഇഷ്ടമല്ലേ? എടാ, ആരാ അവള്? സൈഡിലൊന്നും ഓടിക്കുന്നുണ്ടല്ലേ? ആരാന്നറിയാൻ മേലടാ, ഒരു പെങ്കൊച്ച് ദിവസം ഫോൺ വിളിച്ച് എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്യുവാടാ. അടിപൊളിയല്ലേ? സ്പെയർ ആയിട്ട് ഉപയോഗിച്ചോടെ? അടിച്ച് ചെപ്പ വിളിക്കും ഞാൻ. എനിക്ക് രാജി, രാജിക്ക് ഞാൻ. ഇതൊരിക്കലും മാറില്ല. ശരി, വിട്ടേക്കളിയാ.
സർ. ഓ പെൻഡിങ് ഡ്യൂ ആണോ? നിങ്ങൾ പോയി മാനേജർ എടുത്ത് സൈൻ മേടിച്ചോണ്ട് വാ. എന്താ അളിയാ, ഫീലിംഗ് ആണോ? നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെ എങ്ങനെയാടാ, നമ്മൾ അടുത്തുണ്ടെങ്കിൽ പോലും നോക്കില്ല. ചോദിച്ചാലേ നാണാണെന്ന് പറയും. തിരിച്ചു വരുമ്പോ കണ്ടോ. നമസ്കാരം. നമ്മുടെ സരോനെ കൈ ഒടിഞ്ഞിരിക്കല്ലേ, അതുകൊണ്ട് ജ്യൂസ് വാങ്ങിച്ചു വന്നിരിക്കുക. സരോന്ന് പറഞ്ഞ? അതെ, നമ്മുടെ സരോണേ. സോറി, എനിക്കറിയില്ല. ഞാൻ പോട്ടെ. ഞാൻ വിചാരിച്ചു. എടാ നീ എന്തിനാ ഇപ്പൊ ചുമ്മാ ചിരിക്കുന്നെ? ഇല്ല അളിയ, നീയും അവളെ വിടാതെ പ്രണയിക്കുന്നുണ്ട്. പക്ഷെ അവൾ നിന്നെ മൈൻഡ് ആക്കുന്ന പോലും ഇല്ല. അവളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചായക്കടക്കാരന് സോപ്പിട്ട് പച്ചക്കറി വാങ്ങിക്കൊടുത്ത് നീ കാരണം ഞാനും ചമ്മി അവസാനം തന്നെ അറിയില്ലെന്ന് പറഞ്ഞല്ലോ അളിയാ. അളിയ, എന്തിനാ വണ്ടി നിർത്തിയേ? ഡാ, എന്തു പറ്റി? എടാ നീ ആദ്യം വണ്ടി എടുത്തോണ്ട് പോയിക്കോ. അപ്പൊ നീയോ? എടാ എന്നെ ടെൻഷൻ ആക്കാണ്ട് മര്യാദക്ക് പോക്കോ. എടാ, മഴ വരുന്ന പോലെ ഉണ്ടടാ, വാടാ പോകാം. പോടാന്ന് പറഞ്ഞാ പോ, വെറുതെ ടെൻഷൻ ആക്കുവാ എന്നെ. ആ, ഇവന് മാത്രമേ ടെൻഷനുള്ളൂ. വിഴിമൂടിയാലും നിൻ മുഖം കാണണം, അത് ഒരു വരം. നിൻ കണ്ണിലെ നിഴൽ വരും, പിരിയാതെ ആ വരം നമ്മളിന്നുമേ പല യുഗങ്ങളിൽ. എൻ സ്നേഹത്തിൻ പൂനിയേ, പ്രണയം നിന്നോട് മാത്രം വന്നതു ഏതോ നെഞ്ചിൽ ഭാരം. കാൽത്തടം തേടി ഞാനും എന്നോമലേ, എന്നോമലേ. വിഴിമൂടിയാലും നിൻ മുഖം കാണണം, അത് ഒരു വരം. നിൻ കണ്ണിൽ എൻ നിഴൽ വരും,
മാലയണിയും ദിനം ദിനം കലർന്നിടും മധുരമോഹ കനവുകൾ. ആരെയാരു വെല്ലും എന്ന തലക്കനം തോറ്റുപോയ മനം വീണ്ടും തോറ്റിടും. അങ്ങുമിങ്ങും ഞാൻ അലഞ്ഞു തിരിഞ്ഞിടും. ആ നിമിഷമെൻ കയ്യിൽ പിടിക്കണം. വിഴിമൂടിയാലും നിൻ മുഖം കാണണം, അത് ഒരു വരം. നിൻ കണ്ണിലെൻ നിഴൽ വരും. പിരിയാതെ ആ വരം നമ്മളിന്നുമേ പല യുഗങ്ങളിൽ എൻ സ്നേഹത്തിൻ ഭൂമിയേ. അനുദിനം പലതരം എൻ ചെവിയിൽ നീ പാടണം. ദിനം ദിനം ഉറങ്ങിടും തലയിണ പോലെയാകണം. അനുദിനം പലതരം എൻ ചെവിയിൽ നീ പാടണം. ദിനം ദിനം ഉറങ്ങിടും തലയിണ പോലെയാകണം. വിരഹമില്ലെനിക്ക് കാതിൽ നുള്ളിടും മറക്കാനാവാത്ത ബന്ധമാകുമോ. ചൊല്ലാനൊന്നുമില്ല നിന്നിടം, നിന്നോട് ഞാനൊന്നു ചേരണം. വിഴിമൂടിയാലും നിൻ മുഖം കാണണം, അത് ഒരു വരം. നിൻ കണ്ണിൽ എൻ നിഴൽ വരും. വിഴിമൂടിയാലും നിൻ മുഖം കാണണം, അത് ഒരു വരം. നിൻ കണ്ണിലെൻ നിഴൽ വരും. പ്രണയം നിന്നോട് മാത്രം എന്നതു ഏതോ നെഞ്ചിൽ ഭാരം. കാൽത്തടം നെഞ്ചി ഞാനും നീ എന്നോമലേ, നീ എന്നോമലേ. അയ്യോ ചായക്കടക്കാരൻ, പ്ലീസ് ഇരിക്ക്. മാമാ മാമാ എന്താടാ, എന്തിനാ വിളിച്ചേ? മാമാ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേന്നേ. ഇത് അവസാനത്തെ വരവാ. അങ്കിൾ, ആരെന്ന് പോലും അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നതിനേക്കാളും എന്നെ ജീവനായിട്ട് സ്നേഹിക്കുന്ന സരോയെ സ്നേഹിക്കുന്നത് തെറ്റാണോ? സരോ എന്നെ നന്നായിട്ട് നോക്കും, അതിലെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ അങ്കിൾ. അയ്യോ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. എവിടെയായിരുന്നാലും നന്നായിരിക്കും മോളെ. എടാ സാറോ, നാളെ തൊട്ട് കടയ്ക്ക് വാടാ. ഡ്യൂ അടയ്ക്കാത്ത വണ്ടിയും താലി കെട്ടാത്ത ലവറും ഒന്നെന്നെയാണ്. ആരാണ് എപ്പോഴാണ് ഓടിച്ചുകൊണ്ട് പോവുകയാണെന്ന് ആർക്കും അറിയില്ല. എന്താ, എന്റെ കവിത ഇഷ്ടപ്പെട്ടു? ഞാൻ സ്വന്തം എഴുതിയതാ. ഒരു കവിതയും കൂടി പറയട്ടെ? വേണ്ടല്ലേ? ഓക്കേ. മന്മത, നിന്റെ കവളിൽ എന്താ? ഒന്നുമില്ലല്ലോ, ചുമ്മാ. കരിങ്കുരങ്ങ് എന്തോ ഒളിക്കുന്നത് കണ്ടോ? മന്മഥൻ, ഒരു ചെറിയ ഡൗട്ട്, വന്നൊന്ന് ക്ലിയർ ചെയ്തേ.
പറയൂ സുന്ദർ. മുഖത്ത് എന്താ പറ്റിയേ? പോന്നേ, നാണാവുന്നു. കാര്യം എന്താന്ന് ആദ്യം പറഞ്ഞിട്ട് പോടാ. വഴി വിടുന്നേ, നാണമാണെന്ന് പറഞ്ഞില്ലേ? ഡാ, വാടാ. വേണ്ട കൈ സാർ, മാറ്റണം. കാണാണ്ട് please വിടില്ല. സാർ, നാണമാവുന്നു സാർ. കൈയിടണം. മന്മത, ആരൊക്കെയോ കാര്യമായിട്ട് മോഹിക്കുന്നുണ്ടല്ലോ. കളിയാക്കല്ലേ സാർ, എനിക്ക് നാണമാവുന്നു. ഓ, ഛേ, ഇവരും വരെ ഓരോ പെണ്ണുങ്ങൾ സെറ്റ് ആവുന്നു. നമ്മൾ എന്താണ് ആരും നോക്കത്തെ? ഓടാ. താങ്ക് യു സർ. ചുമ്മാ നിങ്ങളുടെ അടുത്തുള്ള ലേറ്റസ്റ്റ് മോഡൽ ചെയിൻ ഒന്ന് കാണിക്കാവോ? അങ്ങോട്ട് പോയിക്കോളൂ, കാണിച്ചു തരും. ആ ചെയിൻ ഒന്ന് കാണിച്ചേ. ഇത് പാക്ക് ചെയ്തേരെ. താങ്ക്സ് സാർ. ആ, ഓക്കേ. ദാ പിടിച്ചോളൂ. ഇത് നിനക്ക് വേണ്ടിയാ. ഗായത്രി, ബാഗ് എടുക്കണേ. ആ, എടുക്കാമേ. അച്ഛാ, ഗായത്രിക്ക് വാങ്ങിച്ച നെക്ലസ് കാണുന്നില്ല അച്ഛാ. അമ്മ കയ്യിലാ വെച്ചിരുന്നത്. കടയിൽ വെച്ചിട്ട് വന്നോന്നാ തോന്നുന്നത്. നന്നായിട്ട് നോക്ക്, ഞാനൊന്ന് കടയിൽ വിളിച്ചു ചോദിക്കട്ടെ. ആ, ശരി അച്ഛാ. നമസ്കാരം, തങ്കമയിൽ. ഞാൻ ചിത്രനാ സംസാരിക്കുന്നത്. ആ, പറഞ്ഞോളൂ സാർ. വാങ്ങിച്ചു വന്നതില് വൈര നെക്ലസ് കാണുന്നില്ല. അയ്യോ, കാണാനില്ലെന്നോ? അതെ സാറേ, നിങ്ങളൊന്ന് കടയിലൊന്ന് നോക്കിയേ. ഒന്നും വിഷമിക്കണ്ട സാർ, ഇപ്പൊ തന്നെ ആരെയും പുറത്തു വിടാതെ ചെക്ക് ചെയ്യാം. ശരവണകുമാറിന്റെ ആഭരണം നിന്റെ എങ്ങനെ വന്നേ? ഓണർ ചോദിച്ചിട്ടില്ലേ എന്താ സംഭവം എന്ന് പറ. വരൂ നാഗരാജൻ, നിങ്ങളുടെ കാര്യം ആയതുകൊണ്ടാ ഞാൻ പോലീസിൽ ഇതുവരെ അറിയിക്കാഞ്ഞത്. എന്ത് പറ്റി സാറേ? ഒരു കസ്റ്റമറുടെ സ്വർണം ഇവളുടെ പക്കൽ നിന്നാ കിട്ടിയത്. വേറൊരു കസ്റ്റമറുടെ സ്വർണം ഇവൾ എവിടാ ഒളിപ്പിച്ചിരിക്കുന്നത് ചോദിച്ചാട്ടെ. എന്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ. പറയ രാജി. എവിടെയാ ഇപ്പോ? ഞാൻ ഹോട്ടലിലാ. ഉടനെ കടയിലോട്ട് വരൂ. ഒരു ചെറിയ പണിയിലാടാ, കുറച്ച് സമയം എടുക്കും. ഇപ്പൊ ഉടനെ വന്നില്ലെങ്കിൽ പിന്നെ എന്നെ കാണില്ല. എന്തിനാ ഇവളിങ്ങനെ കരയുന്നത്?
എന്ത് പറ്റി രാജി? എന്താ പറ്റിയ? എന്ത് പറ്റി? എന്നെ കള്ളിയാണെന്ന് പറയുന്നു. കോവിൽപ്പട്ടിയിലുള്ള പരേതനായ ശ്രീ മുത്തുസ്വാമി, മാരിയമ്മാൾ എന്നിവരുടെ മകനും നവവരനുമായ ശരവണകുമാരനും കോവിൽപ്പട്ടി വാബൂസി നഗറിലുള്ള നാഗരാജിന്റെയും പരേതയായ ചെല്ലമ്മാളുടെയും ഇളയ മകളും നവവധുവുമായ രാജലക്ഷ്മിക്കും 29/4/2013 ഇതേ വർഷം മേടമാസം 11-ാം തീയതി ആചാരപ്രകാരം വിവാഹം നടത്താമെന്ന് ഇതിനാൽ നിശ്ചയിച്ചു കൊള്ളുന്നു. സരോ, ഇതെന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? മിണ്ടാണ്ട് വാ, ഞാൻ പറയാം. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? കളിക്കാനായിട്ട്. എനിക്ക് വീട്ടിൽ പോണം. അതേടി, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത് ഒരു 2 വാക്ക് മിണ്ടാന്ന് വെച്ചപ്പോ ഓവറായിട്ടാണല്ലോ നീ ചെയ്യുന്ന. നമ്മുടെ നിശ്ചയം കഴിഞ്ഞതാ, അറിയാലോ അല്ലേ? ആരും എന്റെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല. ശരി, പറയേ. എന്ത്? എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഒന്നുമില്ല. അത് ഒന്നുമില്ലേ? അല്ലല്ല, കൊറേ ദിവസമായിട്ട് നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണം തോന്നി. എന്താ ചോദിക്കണ്ടേ? ഇല്ല, ഇപ്പൊ അത് വേണ്ട. എന്താന്ന് പറയേ. അല്ല, ഞാനൊരു ഉമ്മ തന്നോട്ടെ? നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. കൊറേ ദിവസത്തെ ആഗ്രഹവാ, അതുകൊണ്ടാ ചോദിച്ചേ. ശരി, ഓക്കെ. രാജി, ഒരു പക്ഷെ നിന്റെ വീട്ടിൽ ഇത് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ഇന്ന് എല്ലാവർക്കും തന്നെ പ്രേമം വരുന്നത്, പക്ഷെ ആരും കല്യാണം കഴിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാ ചോദിച്ചേ. എന്തിനെങ്ങനെ ചുറ്റുവളച്ചൊക്കെ പറയുന്നേ? രാജി, രാജി, എന്തിനാ കരയുന്നേ? ഞാൻ എന്ത് പറഞ്ഞാ നിന്നെ വിശ്വസിപ്പിക്കുന്നത്? ഇല്ലടാ, സോറിടാ. നിന്നെ എന്റെ ഭർത്താവായിട്ട് കണ്ടതിന് ശേഷമാ ഞാൻ നിന്നെ സ്നേഹിക്കാൻ തന്നെ തുടങ്ങിയത്. സരോ, ഏയ്, എന്തു പറ്റി? സരോ, എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അറിയോ? പറയടി. ഒന്നുമില്ല, എപ്പോഴും നിന്റെ നെഞ്ചോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കണം. സാറേ, അവളെ ഇതുവരെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്തിട്ടേ ഉള്ളൂ. ഇവള് ഇടയ്ക്കിടയ്ക്ക് നമ്പർ മാറ്റി മാറ്റി സംസാരിക്കുന്നത്. ഇപ്പൊ കുറച്ചു നാളായിട്ട് കോൺടാക്ട് നമ്പറിലാണ് സംസാരിക്കുന്നത്. ബാക്കിയുള്ള നമ്പറിലൊന്നും പ്രൂഫ് ഇല്ല സാറേ. 9487850534 എന്ന നമ്പർ മാത്രമേ ഫുൾ റിംഗ് ആയിട്ട് കട്ടാവുന്നു സാറേ. അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കൃഷ്ണൻ എന്നൊരാളുടെ പേരാണ് സാറേ അത്. ഈ നമ്പറിൽ ആ പെണ്ണ് വിളിച്ചിട്ടുണ്ടോ?
ഇല്ല സാറേ, ഏതോ ഒരു ഫ്രണ്ടിനെന്നും പറഞ്ഞ് റീചാർജ് ചെയ്തിരിക്കുക. ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആരാ? 9487850534 നിങ്ങളുടെ നമ്പറല്ലേ? അതെന്റെ മോഡൽ നമ്പറാ സാറേ. നിന്റെ നമ്പറല്ലേ? ഞാൻ സ്നേഹിക്കുന്ന പയ്യന്റെ പഴയ നമ്പറാ. പയ്യനോ? അവനെന്താ ചെയ്യുന്നേ? പെയിന്റർ. നിനക്കെങ്ങനെ അറിയാം? എന്റെ വീടിന്റെ അടുത്താ താമസിക്കുന്നേ. എടീ, അവനെ വിളിക്കടി. ഹലോ, എവിടെയുള്ളത്? രഞ്ജിത്ത്, എന്താ മുത്തശ്ശ? ഹലോ, പറയടാ. നീ റീചാർജ് ചെയ്തിട്ടും എന്നെ കൂടെ സംസാരിക്കാൻ പറ്റിയില്ലടാ. ഞാൻ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണുള്ളത്. നിനക്കറിയാലോ, ഞാൻ എൻ്റെ അച്ഛനേക്കാളും എൻ്റെ ചേട്ടനെയാണ് പേടിക്കുന്നതെന്ന്. കന്ദസ്വാമി, മുത്തുശെൽവം, ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. സാർ, വിട്ടേക്ക് സാർ. സാർ, പ്ലീസ് സാർ. സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. സാർ. സാർ, ഇവൻ എന്റെ വീട്ടിൽ പെയിന്റ് അടിക്കാൻ വന്നിട്ടുണ്ട്. മാർക്കറ്റിൽ എന്റെ കടയിൽ വന്നിട്ടുണ്ട് സാറേ. ഉത്സവത്തിന് അമ്പലത്തിന് ഇവനാ പെയിന്റ് അടിച്ചേ. സാറേ, ഞങ്ങളുടെ ബോട്ട് ഉണ്ടല്ലോ, അതിന് ഇവനാ പെയിന്റ് അടിക്കാൻ വന്നത്. എന്റെ സ്കൂളിൽ പെയിന്റ് അടിക്കാൻ വന്നിട്ടുണ്ട് സാറേ ഇവൻ. നിനക്ക് ഇവനെ അറിയാവോ? എന്താടാ? വീട്ടിലോട്ട് പെയിന്റ് അടിക്കാനായിട്ട് ഇവൻ വന്നിട്ടുണ്ട് സാറേ. ശരി, നീ വയ്ക്കോ. അങ്ങോട്ടിരിക്കേ. അവനറിയാമോ? പെയിന്ററായി ഇവൻ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. നീ എവിടെ ബോംബിട്ട് നശിപ്പിക്കുന്നു പറഞ്ഞ് കോൾ ചെയ്ത് എന്തിനാടാ? പറഞ്ഞേക്കാം സാർ. അന്നൊരു ദിവസം ഞാനും കോൺട്രാക്ടറും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പെയിന്റ് എടുക്കാൻ വേണ്ടി പോയിരുന്നു നമുക്ക് സാർ. വീട്ടിൽ പോയിട്ട് പെയിന്റ് എടുത്തിട്ട് വരാം. പോകുന്ന വഴിയിൽ തീർച്ചയായും തീർക്കാം. അടുത്ത മാസം നിങ്ങൾക്ക് പാല് കാച്ചൽ നടത്താം. ഓക്കെ സാർ. മോളു, ചുന്ദരിക്കുട്ടി, മുത്തച്ഛന്റെ കുഞ്ഞു, ചന്തക്കാരി. എന്നാ മോൾക്ക് മുത്തച്ഛന് ജോലിയുണ്ട് കേട്ടോ. വിജയ, എന്താച്ചാ? ഒരു ചായ അവന് കൊടുത്തേ. ആ ശരി. വീട്ടിൽ എന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ബാങ്ക് വരെ പോയിട്ടില്ലെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി സാർ. വീട്ടിൽ അദ്ദേഹത്തിന് മോള് ഒറ്റയ്ക്കായിരുന്നു. അവളോട് തെറ്റായി പെരുമാറാൻ ശ്രമിച്ചു സാർ. ആ കാര്യം കോൺട്രാക്ടറിന് അറിഞ്ഞപ്പോ ഇത്രയും എന്നെ വിശ്വസിച്ച് വീട്ടിൽ വെച്ച് അടിച്ചത് മാത്രമല്ലാതെ തെരുവിൽ കെട്ടിവെച്ച് എല്ലാരും മുമ്പിൽ അവമാനിച്ചു സാർ. എനിക്ക് വളരെ ദാണക്കേടായി സാർ. എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് നല്ല ദാഹമായിരുന്നു സാർ. വെള്ളം കുടിക്കാൻ വേണ്ടി കടയ്ക്ക് വന്നു. അപ്പോഴാ കടയിൽ കോൺട്രാക്ടർ മറന്നു വെച്ചിട്ട് പോയ ആ മൊബൈൽ എൻ്റെ കയ്യിൽ കിട്ടി സാർ. ഞാൻ കുഞ്ഞു പ്രായം മുതൽ നല്ലോണം മിമിക്രി ചെയ്യുമായിരുന്നു സാർ. അത് ഉപയോഗിച്ച് ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്തുള്ള ആളുകളുടെ നമ്പർ വാങ്ങി അവരോട് പെണ്ണുങ്ങളുടെ വയസ്സിൽ സംസാരിച്ച് എന്നെ കൊണ്ട് എത്രയും പണം വാങ്ങിക്കാൻ കഴിയുമോ അത്രയും വാങ്ങിക്കും. അത് മനസ്സിലായി. പക്ഷെ നീ ബോംബ് വയ്ക്കുന്ന കാര്യം പറഞ്ഞ് കോളി എന്തിനാന്ന് ചോദിച്ചേ? സാർ, അത് ആ കോൺട്രാക്ടറോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തേ സാർ. അന്നൊരു ദിവസം അയാൾ ഞാൻ ചെയ്ത തെറ്റ് മുഴുവനും എൻ്റെ അമ്മയോട് പറഞ്ഞു സാർ. അന്ന് തൊട്ട് എൻ്റെ അമ്മ എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല സാർ.
എൻ്റെ അനിയത്തിക്ക് ഞാനെന്ന് വെച്ചാൽ വളരെ സ്നേഹമാണ് സാർ. അവൾക്ക് എല്ലാ കാര്യവും അറിഞ്ഞു സാർ. അതിനുശേഷം ആരും എന്നോട് സംസാരിക്കാറേ ഇല്ല സാർ. ഞാൻ എൻ്റെ ജീവിതം തന്നെ വെറുത്തു സാർ. ഞാൻ അപ്പോഴാണ് പേപ്പറിൽ ന്യൂസ് വായിച്ചത്. എൻ്റെ ബുദ്ധി തെറ്റായി ആലോചിക്കാൻ തുടങ്ങി. ഞാനിതിനു മുമ്പ് ആ സ്ഥലത്ത് പെയിൻറ്ററായി ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് ആ നമ്പർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പം തന്നെ കോൺട്രാക്ടർ മൊബൈലിൽ നിന്ന് ഫോൺ വിളിച്ച് ബോംബ് വയ്ക്കാൻ പോവാണെന്ന് ഭീഷണിപ്പെടുത്തി സാർ. മുത്തുചാമി, ഇവനെ പിടിച്ചാകത്തില്ലേ? മറ്റുള്ളവർക്ക് പെറ്റി കേസ് എടുത്തിട്ട് പറഞ്ഞു വിട്ടേക്കേ. ഓക്കെ സാർ. എന്താണ് അവിടെ തന്നെ ഇരിക്കുന്നേ? ഇറങ്ങി വാ. അതല്ലേ പോവാന്ന് പറഞ്ഞേ? നാളെ എന്റെ കല്യാണമാ സാറേ. വീട്ടിലെല്ലാവരും എന്നെ അന്വേഷിക്കായിരിക്കും സാർ. പ്ലീസ് സാർ, ഞാനൊരു ഫോൺ മാത്രം വിളിച്ചോട്ടെ. ശരി വാ. പെട്ടെന്ന് സംസാരിച്ചിട്ട് വെക്കണം. ഉടനെ വരുമെന്ന് മാത്രം പറ. താങ്കൾ വിളിച്ച നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ദയവായി അല്പസമയം കഴിഞ്ഞു വിളിക്കുക. സാർ, എന്താ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത് സംസാരിച്ചോട്ടെ സാർ? ഇന്നടാ എവിടാടാ പോയത്? കരയില്ലടാ. ഞാൻ ഇറങ്ങിയടാ. ഇപ്പൊ നീ എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്നില്ലെങ്കിൽ പിന്നെ എന്നെ ഒരിക്കലും കാണത്തില്ല. എനിക്ക് വേറെ വഴിയില്ല. എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതല്ല, നമ്മുടെ കല്യാണം നടത്താനായിട്ട് ഇപ്പൊ എന്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. എന്നിട്ട് ഈ അവസരം നോക്കി എന്റെ അപ്പച്ചിയുടെ മോനുമായിട്ട് ഇപ്പൊ എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ഞാൻ ജീവിക്കുന്നെങ്കിൽ നിന്റെ കൂടെ ജീവിക്കുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കണ്ട. പ്ലീസ് എടാ, ഞാൻ തീർച്ചയായിട്ടും വരുവാടാ. വേറെ തെറ്റായ തീരുമാനം എടുത്തേക്കല്ലേടാ. വളരെ നന്ദി സാർ. എന്താ സാർ, നാട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട്? എവിടെ പോവാനാണ്? ആ DSP 4 പെറ്റി കേസും കഴിഞ്ഞിട്ട് SP-നെയും കണ്ടിട്ട് പോയാ മതി എന്ന് എന്നോട് പറഞ്ഞത്. എവിടെ ആ SI? മൂക്കുമുട്ട കുടിച്ചേച്ച് സാർ ഇപ്പോഴാ പോയത്. സ്റ്റേഷനിൽ വെച്ചോ? അതെ സാർ. തലവിധി. റെക്കമെൻഡിൽ വന്നിട്ട് നമ്മളെ കൂടെ നശിപ്പിക്കും. ശരി ശരി, വരാൻ പറ. ഞാൻ തന്നെ ഇരുന്ന് ശരിയാക്കി വിടാം. തിങ്കളാഴ്ച വന്ന് കോർട്ടിൽ വന്ന് ഫൈൻ അടച്ചിട്ട് പോ. കോടതിയിൽ പറയണം, പൊതുസ്ഥലത്ത് വൃത്തികേട് കാണിച്ചു, ഇനി ഒരിക്കലും ചെയ്യില്ല, ക്ഷമിക്കണം ഏമാനെന്നും പറഞ്ഞ് പൊയ്ക്കോണം. മനസ്സിലായോ? സാറേ, വീട്ടിലോട്ട് പൊക്കോട്ടെ സാറേ.
അപ്പോഴേക്കും അത്രയ്ക്ക് ധൃതിയായോ? നാളെ പോവാൻ പറ്റൂ. ആരെങ്കിലും രണ്ടുപേരും വന്ന് ജാമ്യം എടുത്താലേ പോവാൻ പറ്റൂ. അവിടെ പോയിരിക്കേ. എന്താണോ നോക്കുന്നേ? അവിടെ പോയിരിക്കാൻ. നമസ്കാരം സാർ. നമസ്കാരം സാർ. എന്താ സാറേ സ്റ്റേഷനിൽ ഇരുന്ന് വെള്ളടിക്കാണോ? ആരാ പറഞ്ഞത്? കുടിച്ചോ ഇല്ലയോ? ആരോട് പറഞ്ഞത്? ഏതിനാടാ പറഞ്ഞേ? കുറെ യോഗ്യന്മാര് വന്നിരിക്കുന്നു. ഒരു മേലുദ്യോഗസ്ഥനോട് തർക്കുത്തരം പറയുന്നോ? പോടോ. സാർ സാർ വേണ്ട സാർ. ആരാ അവിടെ? എന്നെ തള്ളാറായോ? നീന ഞാൻ നീ ആരാധിച്ച് കൈവച്ച എന്നെ കൈവക്കാൻ മാത്രമാണോ നീ? കാണാനില്ല. അവൻ എവിടെ രക്ഷപ്പെട്ടെന്നാ തോന്നുന്നേ. പോയി നോക്കാം. കാറ്റാടി പോലെ മനസ്സ് വാനത്തിലെങ്ങും പറന്നിടും. നൂലറുന്ന പട്ടം പോലെ ദിശയറിയാതെ ഓടിയിടും. ഉയർന്നുയർന്നു പോകുന്നു, കാലടി പതറി വീഴുന്നു. വീഴ്ചയും താഴ്ചയും സുഖമല്ലോ, വിട പറഞ്ഞിങ്ങു പോയി മറഞ്ഞു. ഒറ്റയാൾ ദ്വീപിൽ തങ്ങി ഞാനും. നിൻ തോളിന്മേൽ ചാഞ്ഞിടും നാൾ വരുമോ? എന്നോ കണ്ട കനവുകൾ നടന്നിടുമോ? നിൻ തോളിന്മേൽ ചാഞ്ഞിടും നാൾ വരുമോ? എന്നോ കണ്ട കനവുകൾ നടന്നിടുമോ? നിന്നെ എവിടെയും തേടി ഞാൻ, ഉയിരിൽ പാതി നീ. നേരങ്ങളെ ചില ദൂരങ്ങളെ സ്നേഹം താണ്ടിടുമോ? ഹൃദയത്തിൽ സ്നേഹം വിതച്ചിടും, ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ. എന്തെല്ലാമോ പറയണം എന്നെന്നുള്ളിൽ തോന്നലായി. ഭൂമി താണ്ടി കടലുകൾ താണ്ടി വാനം താണ്ടി തുടർന്നിടും യാത്ര. നിൻ തോളിന്മേൽ ചാഞ്ഞിടും നാൾ വരുമോ? എന്നോ കണ്ട കനവുകൾ നടന്നിടുമോ? കാറ്റാടി പോലെ മനസ്സ് വാനത്തിലെങ്ങും പറന്നിടും. നൂലറുന്ന പട്ടം പോലെ ദിശയറിയാതെ ഓടിയിടും.
തനിയായി നിന്നു ഞാൻ നിൻ തോളിൽ ചായാൻ നിന്നരികെ ഞാൻ നിന്നാലോ ഉള്ളം മറിയുമടി ഇരുവർ കൈകൾ കോർത്തിടാം മനസ്സുകൾ തമ്മിൽ ചേർന്നിടാം ഇരവിലും പകലിലും എന്നുള്ളിൽ നിൻമുഖം താനേ കണ്ണനെ പ്രണയമെന്നൊരു ചുഴിയിൽ പെട്ട് നീയും ഞാനും മലയും ദിനവും നിൻ തോളിൻ മേൽ ചാഞ്ഞിടും നാൾ വരുമോ എന്നോ കണ്ട കനവുകൾ നടന്നിടുമോ കാറ്റാടി പോലെ മനസ്സ് വാനത്തിലെങ്ങും പറന്നിടും നൂലറുന്ന പട്ടം പോലെ ദിശയറിയാതെ ഓടിയിടും ഉയർന്നുയർന്നു പോകുന്നു കാലടി പതറി വീഴുന്നു വീഴ്ചയും താഴ്ചയും സുഖമല്ലോ വിട പറഞ്ഞിങ്ങു പോയി മറഞ്ഞു ഒറ്റയാൾ ദ്വീപിൽ തങ്ങി ഞാനും നിൻ തോളിൻ മേൽ ചാഞ്ഞിടും നാൾ വരുമോ എന്നോ കണ്ട കനവുകൾ നടന്നിടുമോ നിൻ തോളിൻ മേൽ ചാഞ്ഞിടും നാൾ വരുമോ എന്നോ കണ്ട കനവുകൾ നടന്നിടുമോ എവിടെ നിന്റെ കുട്ടികളും കൊറേ കാലായി കണ്ടിട്ട് ആ പെണ്ണ് സാരി മാറ്റാൻ പോയിരിക്കാ എടുക്കാനൊക്കെ അറിയുമെന്ന് അറിയില്ലല്ലോ. ഈ സാരി മാറിയിട്ട് വന്നോ? രാജി എന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് കൂട്ടിയിട്ട് പോ, അല്ലാതെ എനിക്ക് പറ്റില്ല. രാജി സൂക്ഷിച്ചിറങ്ങണേ, സൂക്ഷിച്ച്. നിങ്ങൾ ഒന്ന് ഓർത്ത് വിഷമിക്കേണ്ട നാഗരാജ. പയ്യന്റെ വീട്ടുകാരൊക്കെ നല്ല ആൾക്കാരാ. നമ്മുടെ കൊച്ചിനെ അവർ നല്ലപോലെ നോക്കിക്കോളും. കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ അവന്റെ പ്ലാൻ. നമ്മുടെ കൊച്ച് മാനം കെട്ടവളെ, എന്നെ നശിപ്പിക്കാനായിട്ട് ഉണ്ടായവളെ, എന്നെ അപമാനിച്ചിട്ട് മതിയില്ല നിനക്ക്. നാഗരാജ എന്തായി കാണിക്കുന്നേ? കൊച്ചിനെ തല്ലല്ലേ? പറയുന്നേക്ക് നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ നാണം കെട്ടു. നാഗരാജ പറയുന്നേക്ക് കൂടിയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തല്ലേ? എവിടെ പോയി?
അയ്യോ രാജി, രാജി നിനക്ക് എന്ത് പറ്റി? രാജി എവിടെ പോയി? ഓ രാജി 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 എനിക്ക് രാജി രാജി ഞാൻ രാജി രാജി ഞാൻ രാജി രാജി അയ്യോ രാജി എന്നെ നോക്ക്, ഞാനാ സാറോ? രാജി രാജി എന്നെ നോക്ക്, രാജി ഒന്ന് കണ്ണു തുറക്ക് രാജി. രാജി എന്നെ നോക്ക്, എന്നെ നോക്ക്, ഞാൻ ഒന്നിനെ കൊന്നും പറ്റും. നിന്നെ കാണാൻ പറ്റാതെ പോന്ന് പേടിച്ചു ഞാൻ. അങ്ങനെ പറയില്ലടാ, നീ എപ്പോഴും എന്റെ കൂടെ തന്നെ കാണും. രാജി 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 നോക്ക് രാജി, കണ്ണൂർക്ക് രാജി, രാജി 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 നോക്ക് രാജി. എത്ര നാൾ ഓടിച്ചാണ് കബളിപ്പിച്ച് പോകാൻ ഇങ്ങോട്ട് പോണം. നടക്കണ പോലീസ്. വേണ്ട വേണ്ട വേണ്ട. സരോ, എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അറിയോ? പറയടി. ഒന്നുമില്ല, എപ്പോഴും നിന്റെ നെഞ്ചോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കണം.